യേശുമിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. നമുക്ക് നിമിഷം പ്രാർത്ഥിക്കാം. പരിശുദ്ധാത്മാവിൻ്റെ പ്രേരണ അനുസരിച്ച് മുമ്പോട്ട് നയിക്കപ്പെടാനുള്ള ഒരു കൃപയ്ക്ക് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. പരിശുദ്ധ അമ്മേ, നീ സഹായിക്കണമേ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി. കർത്താവ് നിന്നോടുകൂടെ സ്ത്രീകളിൽ നീ അനുഗ്രഹിക്കപ്പെട്ടവളാവുന്നു. നിന്റെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാവുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാൻ്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാൻ്റെ അപേക്ഷിച്ചുള്ളമേ. ആമേൻ. ലൂക്കായുടെ സുവിശേഷം 2-ാം അധ്യായം അതിൻ്റെ 25 മുതലുള്ള വാക്യങ്ങൾ ഇങ്ങനെ പറയുന്നു. ജെറുസലേമിൽ ശിമയോൻ എന്നൊരുവൻ ജീവിച്ചിരുന്നു. അവൻ നീതിമാനും ദൈവഭക്തനും ഇസ്രായേലിൻ്റെ ആശ്വാസം പ്രതീക്ഷിച്ചിരുന്നവനും ആയിരുന്നു. പരിശുദ്ധാത്മാവ് അവൻ്റെ മേൽ ഉണ്ടായിരുന്നു. കർത്താവിൻ്റെ അഭിഷിക്തനെ കാണുന്നത് വരെ മരിക്കുകയില്ല എന്ന് പരിശുദ്ധാത്മാവ് അവന് വെളിപ്പെടുത്തിയിരുന്നു. പരിശുദ്ധാത്മാവിൻ്റെ പ്രേരണയാൽ അവൻ ദേവാലയത്തിലേക്ക് വന്നു. ജെറുസലേമിൽ ശിമയോൻ എന്നൊരുവൻ ജീവിച്ചിരുന്നു. അവൻ നീതിമാനും ദൈവഭക്തനും ഇസ്രായേലിൻ്റെ ആശ്വാസം പ്രതീക്ഷിച്ചിരുന്നവനും ആയിരുന്നു. പരിശുദ്ധാത്മാവ് അവൻ്റെ മേൽ ഉണ്ടായിരുന്നു. നമ്മളൊക്കെ ആത്മാവിൻ്റെ നിറവിന് വേണ്ടി പ്രാർത്ഥിക്കുന്നവരാണ്, ദാഹിക്കുന്നവരാണ്. പരിശുദ്ധാത്മാവിൻ്റെ നമ്മൾ പ്രാർത്ഥിക്കും. ആത്മാവേ, നീ ഞങ്ങളുടെ ഉള്ളിൽ നിറയണമേ. ഞങ്ങളുടെ ചിന്തയിൽ, മനസ്സിൽ, ആത്മാവിലെ ശരീരത്തിലൊക്കെ നീ വ്യാപരിക്കണമേ. നിൻ്റെ അഗ്നി കൊണ്ട് ഞങ്ങൾക്ക് സ്നാനം നൽകണമേ എന്നൊക്കെ നമ്മൾ പരിശുദ്ധാത്മാ അഭിഷേകത്തിനോടെയൊക്കെ ശക്തമായിട്ട് പ്രാർത്ഥിക്കുന്നവരാണ്. പ്രത്യേകിച്ച് ധ്യാനങ്ങളിലൊക്കെ പങ്കെടുക്കുമ്പോൾ, ഒറ്റയ്ക്കിരുന്ന് പ്രാർത്ഥിക്കുമ്പോൾ, പരിശുദ്ധാത്മാവിനെ വിളിച്ച് പ്രാർത്ഥിക്കുമ്പോൾ എല്ലാം നമ്മൾ ആത്മാവിൻ്റെ നിറവിന് വേണ്ടി ഒത്തിരി ആഗ്രഹിക്കുന്നവരാണ്. പക്ഷേ ഇവിടെ ശിമയോൻ എന്നൊരു മഹാത്മാവിനെ കുറിച്ച് പറയുന്നത് ഇങ്ങനെയാണ്. പരിശുദ്ധാത്മാവ് അവൻ്റെ മേൽ ഉണ്ടായിരുന്നു. കർത്താവിൻ്റെ അഭിഷിക്തനെ കാണുന്നത് വരെ മരിക്കുകയില്ല എന്ന് പരിശുദ്ധാത്മാവ് അവന് വെളിപ്പെടുത്തി കൊടുത്തു. പരിശുദ്ധാത്മാവിൻ്റെ പ്രേരണയാലാണ് അവൻ ദേവാലയത്തിലേക്ക് വന്നിരുന്നത്. അപ്പോൾ ശിമയോൻ്റെ കുറേ പ്രത്യേകതകളെക്കുറിച്ച് ഇങ്ങനെ പറയുകയാണ്. ഒന്നാമത്തെ പ്രത്യേകത, അവൻ്റെ മേൽ പരിശുദ്ധാത്മാവ് ഉണ്ടായിരുന്നു. ശിമയോൻ്റെ മേൽ പരിശുദ്ധാത്മാവ് ഉണ്ടായിരുന്നു. പരിശുദ്ധാത്മാവ് അവന് പല കാര്യങ്ങളും വെളിപ്പെടുത്തി കൊടുത്തിരുന്നു. കാരണം അവന് കാര്യങ്ങളെല്ലാം പറഞ്ഞു കൊടുത്തുകൊണ്ടിരുന്നത് പരിശുദ്ധാത്മാവാണ്. ഇനി പരിശുദ്ധാത്മാവാണ് അവന് ഓരോ പ്രേരണ നൽകുന്നത്. ഓരോ സമയത്ത് എന്ത് ചെയ്യണം, എങ്ങനെ ചെയ്യണം. ഇതായിരുന്നു ശിമയോൻ എന്നൊരു വ്യക്തിയുടെ പ്രത്യേകത. അങ്ങനെ പരിശുദ്ധാത്മാവിനാൽ അവൻ നയിക്കപ്പെടാൻ കാരണം ചില ബേസിക് റീസൺസ് അതിൻ്റെ പിന്നിലുണ്ട്. അതാണ് ആ വചനം തുടക്കത്തിൽ പറയുന്നത്. ജെറുസലേമിൽ ശിമയോൻ എന്നൊരുവൻ ജീവിച്ചിരുന്നു. അവൻ നീതിമാനും ദൈവഭക്തനും ഇസ്രായേലിൻ്റെ ആശ്വാസം പ്രതീക്ഷിച്ചിരുന്നവനും ആയിരുന്നു. ഞാനും നിങ്ങളും ദൈവത്തിൻ്റെ ആത്മാവിലാണോ നയിക്കപ്പെടുന്നത് എന്ന് തിരിച്ചറിയാനായിട്ട് ഈ ഒരു 3 ടെസ്റ്റിലൂടെ നമ്മൾ കടന്നാൽ മതി. ശിമയോനെ കുറിച്ച് ഇവിടെ പറയുന്ന കാര്യങ്ങൾ ഇതാണ്. 1, അവൻ ദൈവഭക്തനായിരുന്നു. 2, അവൻ നീതിമാനായിരുന്നു. 3, ഇസ്രായേലിൻ്റെ ആശ്വാസം പ്രതീക്ഷിച്ചിരുന്നവനായിരുന്നു. ശരിക്കും ദൈവത്തിൻ്റെ മനസ്സിൽ ഈ നീതിമാൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ് നീതി എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ വിചാരിക്കുന്ന നീതിയല്ല. നമ്മുടെയൊക്കെ മനസ്സിൽ നീതിബോധം, നീതിക്ക് വേണ്ടി പീഡനമേൽക്കുക, അല്ലെങ്കിൽ നീതിക്ക് വേണ്ടി ദാഹിക്കുക, നീതിക്ക് വേണ്ടി ശബ്ദമുയർത്തുക, അനീതി പ്രവർത്തിക്കരുത് എന്നൊക്കെ പറയുമ്പോൾ നമ്മൾ അല്ലേ, ആ ഒരു സാധനത്തിനെയാണ് നമ്മുടെ രാജ്യത്തിൻ്റെതായിട്ടുള്ള നിയമം, അതിനെ വയലേറ്റ് ചെയ്യുന്ന അനീതി, അങ്ങനെയാണ് നമ്മുടെ മനസ്സിലേക്ക് കടന്നു വരുന്നത്. പക്ഷെ ദൈവത്തിൻ്റെ മനസ്സിൽ ദൈവിക നീതി എന്ന് പറയുന്നത് ദൈവം പറഞ്ഞ കാര്യങ്ങൾ അനുസരിക്കുക എന്നുള്ളതാണ്. ദൈവം പറയുന്ന കാര്യങ്ങൾ അനുസരിക്കുക എന്നതാണ് ദൈവിക നീതി. ദൈവത്തിൻ്റെ മനസ്സിൽ നീതിമാൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദൈവം പറഞ്ഞ കാര്യങ്ങൾ അക്ഷരം പ്രതി അനുസരിക്കുന്ന ഒരു വ്യക്തിയാണ് നീതിമാനായ മനുഷ്യൻ. ഞാൻ പലപ്പോഴും ഈ ഔസേപ്പിതാവിനെ ആലോചിക്കാറുണ്ട്. കാരണം ഔസേപ്പിതാവിൻ്റെ കല്യാണം ഉറപ്പിച്ചു പരിശുദ്ധ അമ്മയായിട്ട്. അപ്പോൾ ആദ്യം ഇവർ സംസാരിച്ചു, ഒത്തിരി അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ അറിഞ്ഞു. അതിനുശേഷം പെട്ടെന്ന് മാലാഹ വരുന്നു, വാഗ്ദാനം കൊടുക്കുന്നു, അമ്മ ഗർഭിണിയായി കാണപ്പെടുന്നു. പെട്ടെന്ന് അമ്മയ്ക്ക് ഒരു പ്രേരണ വരികയാണ്. അമ്മയോട് മാലാഹ പറഞ്ഞതനുസരിച്ച് കുറേ മൈലുകൾ അപ്പുറേ, എനിക്ക് തോന്നുന്നു അന്നത്തെ ചരിത്രകാരന്മാരുടെ കണക്കൊക്കെ അനുസരിച്ച് 350 മൈൽ അപ്പുറേ എലീസ എന്ന് പറഞ്ഞ ഒരു പുണ്യവതി ജീവിക്കുന്നുണ്ട്.
ആ പുണ്യവതിയെ ചെന്ന് കണ്ട് ശുശ്രൂഷ ചെയ്യാൻ വേണ്ടി അമ്മ അങ്ങ് പോവാണ്. അപ്പോൾ ഔസേപ്പിനോട് പറഞ്ഞു കാണും, ഞാൻ എൻ്റെ ആൻറ്റിയെ കാണാൻ പോവാം, പോയിട്ട് കുറച്ച് നാൾ കഴിഞ്ഞിട്ട് തിരിച്ചു വരത്തുള്ളൂ എന്നൊക്കെ പറഞ്ഞ് ടാറ്റ ബൈ ബൈ ഒക്കെ പറഞ്ഞിട്ട് അമ്മ അങ്ങ് പോയി. കുറേ നാൾ കഴിഞ്ഞിട്ട് ഈ മറിയം തിരിച്ചു വന്നു. തിരിച്ചു വന്നപ്പോൾ അമ്മ വന്നിട്ടുണ്ട്, മറിയം വന്നിട്ടുണ്ടെന്ന് ഔസേപ്പിതാവ് അറിഞ്ഞു കാണും. എൻ്റെ മനസ്സിൽ വരുന്ന ഒരു ആശയമാണ്. അപ്പം ഔസേപ്പിതാവ് അറിഞ്ഞു കാണും. അപ്പോൾ അമ്മ വന്നിട്ടുണ്ടെന്ന് അറിഞ്ഞ് ഒത്തിരി സന്തോഷത്തോടെ ഔസേപ്പിതാവ് ഊട്ടി വന്നു. ഒരു പക്ഷേ എവിടെയെങ്കിലും ആശാരിപ്പണി ചെയ്തുകൊണ്ട്, ആൾ ആശാരിയാണല്ലോ, അപ്പോൾ അങ്ങ് ദൂരെ എന്തെങ്കിലും മരപ്പണി ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്തായിരിക്കും മാതാവ് വന്നു, അമ്മ മറിയം വന്നു എന്ന് കേൾക്കുന്നത്. അപ്പോൾ 4-5 മാസമായി കണ്ടിട്ട് ഇന്നത്തെ പോലെ വാട്സപ്പോ വീഡിയോ കോളോ ഒന്നും കാര്യങ്ങളൊന്നും ഇല്ല, മെസ്സേജസ് ഒന്നും ട്രാൻസ്ഫർ ചെയ്യാൻ പറ്റത്തില്ല, അപ്പോൾ നേരിട്ട് കാണാനേ പറ്റത്തുള്ളൂ. അപ്പോൾ നേരിട്ട് കാണാനുള്ള ഒത്തിരി ആകാംക്ഷയിൽ ഈ ഔസേപ്പിതാവ് ഊട്ടി വന്നിട്ടുണ്ടാവും. ഊട്ടി വന്ന് മറിയത്തെ കണ്ടതും ഭയങ്കര സന്തോഷമായി കാണും. ആദ്യം അമ്മയുടെ മുഖത്താണ് നോക്കിയത്. മുഖത്ത് നോക്കി ചിരിച്ചു, അങ്ങോട്ടും ഇങ്ങോട്ടും ചിരിയൊക്കെ പാസ്സായി. പിന്നെയാണ് പയ്യെ 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 താഴോട്ടൊന്ന് നോക്കുന്നത്. നോക്കിയപ്പോഴത്തേക്ക് ഔസേപ്പിതാവ് ഞെട്ടിയിട്ടുണ്ടാവും. ശരിയല്ലേ? നിറവയറോടെ നിൽക്കുന്ന പരിശുദ്ധ അമ്മ. ഔസേപ്പിതാവിൻ്റെ സ്ഥാനത്ത് നിന്നൊന്ന് ആലോചിച്ച് നോക്കിയേ. ഈ കേൾക്കുന്ന ഓരോ ആണുങ്ങളും, കല്യാണം കഴിച്ച ഓരോ വ്യക്തികളും ഒന്ന് ചിന്തിച്ച്, ഞാനും നിങ്ങളുമാണ് ആ സ്ഥാനത്ത് നിൽക്കുന്നെങ്കിൽ നമ്മുടെ ഒരു മനോഭാവം എന്തായിരിക്കും? ഈ മനുഷ്യൻ വിങ്ങിയിട്ടുണ്ടാവുമല്ലോ, കണ്ണൊക്കെ നിറഞ്ഞിട്ടുണ്ടാവും. എനിക്ക് തോന്നുന്നില്ല ഒരക്ഷരം പോലും അമ്മയോട് പറഞ്ഞിട്ടുണ്ടെന്ന്. കാരണം അത്രമാത്രം ഉള്ളിൽ പെടഞ്ഞിട്ടുണ്ടാവും. ഇതെങ്ങനെ ചോദിക്കാൻ പറ്റുമോ? പക്ഷെ ഔസേപ്പിതാവിൻ്റെ ഒരു മനോഭാവം ഒന്ന് ചിന്തിച്ച് നോക്കിയേ. ആ മനുഷ്യന് ഉറങ്ങാൻ പറ്റുമോ? എനിക്ക് തോന്നുന്നില്ല ആ ദിവസങ്ങളിലൊക്കെ ഔസേപ്പിതാവ് ഉറങ്ങിയിട്ടുണ്ടാവുമെന്ന്. ഉറക്കമില്ലാത്ത രാത്രികളൊക്കെ, അത് അനുഭവിച്ചവർക്ക് അതിൻ്റെ ബുദ്ധിമുട്ട് മനസ്സിലാകത്തുള്ളൂ. ചില വിഷമങ്ങൾ, ചില പ്രതിസന്ധികളൊക്കെ നമുക്ക് ഉറങ്ങാൻ പറ്റില്ല. ചില അവഹേളനകളുടെയൊക്കെ മുമ്പിൽ നമ്മളിങ്ങനെ നിൽക്കുമ്പോഴേ അന്നത്തെ ദിവസം നമ്മൾ ഉറങ്ങാൻ പറ്റില്ല നമുക്ക്. ചില സങ്കടങ്ങളൊക്കെ നമ്മളെ വന്നുകൊണ്ട് പൊതിയും. ചില വേർപാടുകൾ ഒക്കെ നമ്മളിങ്ങനെ അങ്ങോട്ട് പൊതിയും. നമുക്ക് ഉറങ്ങാൻ പറ്റില്ല. എൻ്റെയൊക്കെ ജീവിതത്തിൽ അങ്ങനെ ഒത്തിരി ദിവസങ്ങളുണ്ട്, ഉറങ്ങാൻ പറ്റാത്ത ദിവസങ്ങൾ. ഒരു പോളെ നമ്മൾ കണ്ണടക്കത്തില്ല. ഔസേപ്പിതാവും കണ്ണടച്ചിട്ടുണ്ടാവില്ല. ഇതെല്ലാം പരിശുദ്ധ അമ്മയ്ക്ക് മനസ്സിലാവുന്നുണ്ട്, അമ്മ കാണുന്നുണ്ട്. എന്നിട്ട് ഒരു സുപ്രഭാതത്തിൽ ഒരു മാലാഖ വന്ന് ഈ ഔസേപ്പിതാവിനോട് പറയാണ്, മോനെ, നീ വിചാരിക്കുന്ന പോലെ നീ വിഷമിക്കണ്ട, ഇത് നീ വിചാരിക്കുന്ന പോലെ ഒന്നും അല്ല, ഇത് ദൈവീകമാണ്. അവൾ ഗർഭിണിയായിരിക്കുന്നത് പരിശുദ്ധാത്മാവിനാണ്. ഒരു പൊട്ടനെ പോലെ കണ്ണു അടച്ച് അത് വിശ്വസിച്ച ഒരു മനുഷ്യനുണ്ടായിരുന്നു. അദ്ദേഹത്തിൻ്റെ പേര് ജോസഫ് എന്നായിരുന്നു. ജോസഫ് നീതിമാനായിരുന്നു. കാരണം കർത്താവ് പറഞ്ഞ കാര്യങ്ങൾ കണ്ണു അടച്ച് ഒരു പൊട്ടനെ പോലെ അനുസരിച്ച വ്യക്തി ജോസഫ് നീതിമാനായിരുന്നു. എനിക്ക് പറ്റില്ല, ഇത് കേൾക്കുന്ന ഒരാണിനും പറ്റിയെന്ന് വരില്ല. കണ്ണു അടച്ച് അതങ്ങ് അനുസരിക്കുക. നീ ഭാര്യയെ സ്വീകരിക്കാനായിട്ട് ശങ്കിക്കണ്ട, അതങ്ങോട്ട് അനുസരിക്കുക. അപ്പോൾ ദൈവം പറഞ്ഞ കാര്യങ്ങൾ അനുസരിക്കലാണ് ദൈവീക നീതി. അങ്ങനെയുള്ളവരെയാണ് നീതിമാൻ എന്ന് വിളിക്കുന്നത്. മോശയോട് കർത്താവ് പറഞ്ഞു, ഈ നിന്റെ വടി എടുത്തിട്ട് ഈ പാറയുടെ പുറത്ത് അടിക്ക്, ഞാൻ നിനക്ക് വെള്ളം തരാം. അതിനകത്ത് എന്ത് ലോജിക്കാണ് ഉള്ളത്? ബുദ്ധിയുള്ള ഏതെങ്കിലും വ്യക്തി അങ്ങനെ ചെയ്യുമോ? പക്ഷെ ബുദ്ധിയില്ലാത്ത ചില ഇതുപോലത്തെ പൊട്ടന്മാർ അത് അനുസരിക്കും. കാരണം എന്നോട് പറഞ്ഞവൻ വിശ്വസ്തനാണ്, അത്യുന്നതനായ ദൈവമാണ്. അവനത് പറഞ്ഞത് കൊണ്ട് അവനത് ചെയ്യൂ എന്നുള്ള ഉറപ്പ്. ആ ഉറപ്പിന് പറയുന്ന പേരാണ് വിശ്വാസം, ഫെയ്ത്ത്. അതുള്ളവര് അത് ചെയ്യും. വടിയെടുത്ത് പാറമേൽ അടിക്കും, ആ പാറ എനിക്ക് വെള്ളം തരും. അപ്പോൾ ഒരു ദൈവത്തിൻ്റെ മനസ്സിൽ നീതി എന്ന് പറയുന്നത്, ദൈവിക നീതി എന്ന് പറയുന്നത്, ദൈവം പറഞ്ഞ കാര്യങ്ങൾ കണ്ണു അടച്ച് അനുസരിക്കുക എന്നുള്ളതാണ്. അതുകൊണ്ടാണ് ഈശോ പറഞ്ഞത്, ശിശുക്കൾ എൻ്റെ അടുത്ത് വരട്ടെ, അവരെ തടയണ്ട. കാരണം ശിശുവിൻ്റെ മനോഭാവം നിനക്കുണ്ടാവണം. കാരണം ഞാൻ എൻ്റെ കുഞ്ഞിനോട് ഇങ്ങനെ പറയാണ്, ഒരു പട്ടിയെ കാണിച്ചിട്ട് ഞാൻ പറഞ്ഞു കൊടുക്കുക, എടാ ഇതാ കേട്ടോ സിംഹം, അവനത് വിശ്വസിക്കും. കാരണം അവൻ അപ്പൻ പറഞ്ഞ അതേ കാര്യങ്ങൾ അവൻ അനുസരിക്കുന്നവനാണ്, അത് കേൾക്കുന്നവനാണ്, അവനത് വിശ്വസിക്കും. കാരണം അപ്പൻ്റെ മേൽ അത്രയ്ക്ക് വിശ്വാസമാണ് അവന്. ഇനി നാളെ ഏത് പട്ടിയെ കണ്ടാലും അവൻ പറയും, അപ്പ അതേ സിംഹം നിൽക്കുന്നത്. കാരണം അവൻ്റെ അപ്പൻ ചതിക്കില്ല, അവൻ്റെ അപ്പൻ പറയുന്നതിനകത്ത് ഫാക്റ്റ് ഉണ്ട്,
അവൻ്റെ അപ്പം പറയുന്നതിനകത്ത് ന്യായമുണ്ട് എന്ന് വിശ്വസിക്കുന്ന ഒരു മകൻ. അപ്പോൾ ദൈവത്തിൻ്റെ മനസ്സിൽ നീതി എന്ന് പറയുന്നത് ദൈവം പറഞ്ഞ കാര്യങ്ങൾ അനുസരിക്കുക എന്നുള്ളതാണ്. ഇവിടെ ശിമയോൻ എന്നൊരു മഹാത്മാവിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത, ശിമയോൻ നീതിമാനായിരുന്നു. അങ്ങനെ നീതിമാനായിരിക്കുന്ന ഒരു വ്യക്തിയെ പരിശുദ്ധാത്മാവ് നയിക്കത്തുള്ളൂ. ഇനി നമ്മളൊന്ന് ചിന്തിക്കുക, ഞാനും നിങ്ങളും എങ്ങനെയാണ്? അനീതി പ്രവർത്തിക്കുന്നവരാണോ? അല്ല, യേശു പലപ്പോഴും നോക്കി, അനീതി പ്രവർത്തിക്കുന്നവരെ എൻ്റെ ഫ്രണ്ടിൽ നിന്ന് നിങ്ങൾ അകന്നു പോകുമെന്ന് പറയും. അകന്നു പോകുവാൻ. കാരണം ദൈവഹിതം നിറവേറ്റാത്തവരവർ, ദൈവം പറഞ്ഞ കാര്യത്തിന് ഒരു പുല്ല് വില പോലും കൽപ്പിക്കാത്തവർ. ഇനി രണ്ടാമത്തെ പ്രത്യേകത, ശിമയോന് ദൈവഭക്തനായിരുന്നു. ദൈവഭക്തൻ. ആരെയാ ദൈവഭക്തൻ എന്ന് വിളിക്കുന്നത്? ഇപ്പം ഞാനും നിങ്ങളും ദൈവത്തിൻ്റെ ഭക്തരാണോ? ഞാനും നിങ്ങൾ ദൈവത്തിൻ്റെ ഭക്തരാണെങ്കിൽ എൻ്റെ ഹൃദയത്തിൽ കർത്താവിനെ ഞാൻ പൂജിക്കുന്ന വ്യക്തിയാണ്, അല്ലേ? ഇന്നത്തെ ഒരു യൂത്ത് ഭാഷയിലൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ യേശു ക്രിസ്തു എൻ്റെ ചങ്ക എന്ന് പറയുന്ന പോലെ എൻ്റെ ചങ്കിനകത്ത് ഞാൻ കർത്താവിനെ പൂജിക്കുന്ന ഒരു വ്യക്തിയാണ്. കർത്താവിനെ പൂജിക്കുന്നത്. കർത്താവിന് ഒരു പൊസിഷൻ, എൻ്റെ ശരീരം ഒരു രാജകൊട്ടാരം പോലെയാണെങ്കിൽ അതിനകത്തൊരു സിംഹാസനത്തിൽ ഞാൻ എൻ്റെ ദൈവത്തെ കൊണ്ട് ഇരുത്തണം. അതുപോലെ ആവണം. ശരി, ദൈവത്തിൻ്റെ ആലയം എന്നല്ലേ അറിയപ്പെടുന്നത്. പൗലോസ് അപ്പോസ്തലനൊക്കെ പറയുന്നില്ലേ, നിന്റെ ശരീരം ദൈവം വസിക്കുന്ന ആലയമാണ്, ദേവാലയമാണ് നിന്റെ ശരീരം. ദേവാലയത്തിൽ ദൈവത്തിന് ഇരുത്താൻ ഒരു പൊസിഷൻ നമ്മൾ കൊടുത്തേ പറ്റത്തുള്ളൂ. അവനെ രാജാവിനെ പോലെ അവിടെ ഇരുത്തി കഴിഞ്ഞാൽ രാജാവിൻ്റെ സന്നിധിയിൽ എന്തിനേലും കുറവുണ്ടോ? എന്തെങ്കിലും ആവശ്യപ്പെടേണ്ട കാര്യമുണ്ടോ? ഒന്നിനും കുറവുണ്ടാവില്ല. ജോലിക്കാർക്ക് കുറവുണ്ടോ? ആഹാരത്തിന് കുറവുണ്ടോ? വസ്ത്രത്തിന് കുറവുണ്ടോ? സൗകര്യങ്ങൾക്ക് കുറവുണ്ടോ? ഒന്നിനും കുറവുണ്ടാവില്ല. എന്ന് പറയുന്ന പോലെ തന്നെ നമ്മുടെ ദൈവത്തെ ഇരുത്തേണ്ടടുത്ത് ഇരുത്തിയാൽ അവൻ നമ്മളെ ഇരുത്തേണ്ടടുത്ത് ഇരുത്തും. നീ അവന് കൊടുക്കേണ്ട വില കൊടുത്താൽ നിനക്ക് അവൻ തരേണ്ട വില തരും. നീ അവനെ രാജാവിനെ പോലെ പൂജിച്ചാൽ നിന്നെ അവൻ രാജാവിനെ പോലെ നയിക്കും. നീ അവന് പുല്ല് വിലയാ കൊടുക്കുന്നെങ്കിൽ നിനക്കവൻ പുല്ല് വില പോലും തരില്ല. എന്നൊരു പ്രൊപ്പോർഷണാലിറ്റി വേണ്ടേ അങ്ങോട്ടും ഇങ്ങോട്ടും. കാരണം എനിക്കും കുഞ്ഞുങ്ങളുണ്ട്. അപ്പം ഞാൻ അതുങ്ങളോട് പറയാണ്, ഇങ്ങനെ ചെയ്യാൻ പറഞ്ഞാൽ അതുങ്ങൾ അങ്ങനെ ചെയ്യുന്നു. നമുക്കൊരു വേവ് ലെങ്ത് ഉണ്ടല്ലോ നമ്മുടെ ഒരു ചിന്താഗതിക്ക്. ആ വേവ് ലെങ്ത് മാച്ച് ചെയ്ത് തന്നെ അതുങ്ങൾ കാര്യങ്ങൾ ചെയ്യുകയാണ്. ഓഫീസിലൊരു പയ്യനുണ്ട്, ക്യാഷ് ബുക്ക് ചോദിച്ചു കഴിഞ്ഞാൽ അവൻ കാൽക്കുലേറ്റർ എടുത്തുകൊണ്ട് വരും. കാരണം എന്നാന്ന് വെച്ചാൽ അടുത്ത് ഞാൻ ചോദിക്കാൻ പോകുന്ന കാൽക്കുലേറ്റർ ആണെന്ന് അവൻ അറിയാം. കാരണം നമ്മുടെ ഒരു വേവ് ലെങ്ത് ഉണ്ട്. ഇനി നമ്മുടെ ഓണർ നമ്മളോടൊരു കാര്യം പറയുമ്പോഴത്തേക്ക് ഇപ്പോഴൊക്കെ നമുക്ക് മനസ്സിലാവുന്നുണ്ട് അടുത്ത ആ മനുഷ്യൻ എന്താ ചിന്തിക്കാൻ പോണതെന്ന്. നമുക്കറിയാം. ആ ഒരു വേവ് ലെങ്ത് മാച്ച് ചെയ്തുകൊണ്ടാണ് നമ്മൾ ഓരോ ഡിസിഷൻ എടുത്ത് അത് അപ്ലൈ ചെയ്യുന്നത്. ഓരോ കാര്യങ്ങൾ ഇങ്ങനെ ചെയ്താൽ മതിയല്ലോ എന്ന് ചോദിക്കുന്നത്. അങ്ങനെ വരുമ്പോൾ അവർക്ക് നമ്മളെ ഭയങ്കര ഇഷ്ടമാണ്. എനിക്കെൻ്റെ കുഞ്ഞുങ്ങളെ ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതുങ്ങൾ ഫ്രണ്ടിൽ വന്ന് നിന്ന് കഴിയുമ്പോൾ അതുങ്ങൾക്ക് എന്താണ് ആവശ്യം അത് മുഴുവൻ ഞാൻ കൊടുക്കും. അല്ല, എന്തൊക്കെ ചോദിക്കുന്നത് അത് മുഴുവൻ ഞാൻ കൊടുക്കും. അതേസമയം ഇങ്ങോട്ട് വരാൻ പറഞ്ഞ അങ്ങോട്ട് പോകുന്നവനാണെങ്കിലോ, ഇത് ചെയ്യരുതെന്ന് പറഞ്ഞാൽ ചെയ്യുന്നവനാണെങ്കിലോ, നമ്മുടെയൊക്കെ ഈ ബ്ലഡിൻ്റെ ഉള്ളിൽ ഒരു വയലേറ്റിംഗ് സ്പിരിറ്റ് ഉണ്ട്. എന്ത് കാര്യം കർത്താവ് ചെയ്യരുതെന്ന് പറഞ്ഞാലും എനിക്കത് ചെയ്തേ പറ്റത്തുള്ളൂ, ഇല്ലെങ്കിൽ ഒരു മനസ്സമാധാനം കിട്ടില്ലല്ലോ. ഇവിടെ വേസ്റ്റ് ഇടരുതെന്ന് പറഞ്ഞാൽ അതിൻ്റെ ഫ്രണ്ടിൽ തന്നെ ഞാൻ കൊണ്ട് വേസ്റ്റ് ഇടും. ഇവിടെ പാർക്ക് ചെയ്യാൻ പാടില്ലെന്ന് പറഞ്ഞാൽ ആ ബോർഡ് മറച്ച് ഞാൻ അവിടെ കൊണ്ട് പാർക്ക് ചെയ്യും. ദിസ് ഈസ് മൈ ക്യാരക്ടർ. നമ്മുടെയൊക്കെ ഉള്ളിൽ അങ്ങനെ ഒരു സാധനമുണ്ട്, വയലേറ്റിംഗ് സ്പിരിറ്റ് എന്നൊക്കെ പറയുന്നത്. ഇനി ദൈവം എന്തൊക്കെ കാര്യം ചെയ്യരുതെന്ന് പറഞ്ഞാൽ അത് കംപ്ലീറ്റ് നമ്മൾ വയലേറ്റ് ചെയ്യും. അങ്ങനെയുള്ള ആളെ എങ്ങനെയാണ് ദൈവഭക്തരെന്ന് വിളിക്കപ്പെടുന്നത്? നടക്കത്തില്ല. അപ്പം ഞാൻ കുഞ്ഞുങ്ങൾ അങ്ങനെയാണെങ്കിൽ ഞാൻ ഒരു പ്രാവശ്യം നോക്കും, 2 പ്രാവശ്യം നോക്കും, 3 പ്രാവശ്യം നോക്കും, പിന്നെ പോയ വഴിക്ക് പോട്ടേന്ന് വയ്ക്കും. ഞാൻ പോലും ഇങ്ങനെ ചെയ്യുന്നുണ്ടെങ്കിൽ മുകളിലിരിക്കുന്നവൻ അങ്ങനെ ചെയ്യില്ല. കാരണം അവൻ്റെ അതേ ഛായയിലും സാദൃശ്യത്തിലുമാണ് എന്നെയും നിങ്ങളെ സൃഷ്ടിച്ച് ഭൂമിയിലേക്ക് വിട്ടേക്കുന്നത്. അതുകൊണ്ട് എൻ്റെ ചില അനുകൂലത്വ സ്വഭാവങ്ങളൊക്കെ മുകളിലിരിക്കുന്നവനും ഉണ്ട്. ചില ജലസി, ചില നിർബന്ധം, ചില സ്വാർത്ഥതകളൊക്കെ അങ്ങേർക്കും ഉണ്ട്. അതുകൊണ്ട് നമ്മൾ അതനുസരിച്ച് വേണം കർത്താവുമായിട്ട് ഇടപെടാൻ. അതുകൊണ്ട് കൊടുക്കേണ്ട വില കൊടുക്കേണ്ടവന് കൊടുത്തേ പറ്റത്തുള്ളൂ, ഇരുത്തേണ്ടവനെ ഇരുത്തേണ്ടടുത്ത് ഇരുത്തിയേ പറ്റുള്ളൂ. അതിനാ ദൈവഭക്തി എന്ന് പറയുന്നത്, ദൈവത്തെ പൂജിക്കൽ എന്ന് പറയുന്നത്, ദൈവ ആരാധന എന്ന് പറയുന്നത്.
മനുഷ്യൻ്റെ ഒരു ബേസിക് നേച്ചറാണ്. അവൻ ആരെയെങ്കിലും ആരാധിക്കണം. ആരാധിക്കാതിരിക്കാൻ പറ്റില്ല അവന്. ദൈവത്തെ കാണിച്ചു കൊടുത്തു കഴിഞ്ഞാൽ, കുഞ്ഞുങ്ങൾക്ക് ദൈവത്തെ കാണിച്ച് ദൈവത്തെ ആരാധിക്കാൻ പഠിപ്പിച്ചു കഴിഞ്ഞാൽ അവൻ ദൈവത്തെ ആരാധിച്ച് മുമ്പോട്ട് പോയിക്കോളൂ. ഇല്ല പലരെ അവൻ ആരാധിക്കാൻ തുടങ്ങും. അങ്ങനെയല്ലേ ഫാൻസ് അസോസിയേഷൻസ് ഒക്കെ ഉണ്ടാകുന്നത്? നമുക്കറിയാമല്ലോ. ചില സിനിമകൾ റിലീസാകുമ്പോൾ, അല്ലെ ചില രാഷ്ട്രീയ വ്യക്തിത്വങ്ങളൊക്കെ ഉടലെടുത്ത് വരുമ്പോൾ, സാമൂഹിക വ്യക്തിത്വങ്ങളൊക്കെ ഫാൻസ് അസോസിയേഷൻസ് ഉണ്ടാകും. അവരെ അങ്ങ് ആരാധിക്കുകയാണ്. കാരണം ആ സ്ഥാനത്ത് നമ്മുടെ ക്രൈസ്തവ കുടുംബങ്ങളിലൊക്കെ നമ്മൾ ചെയ്യേണ്ടത് ദൈവത്തെ ആരാധിക്കാൻ പഠിപ്പിക്കുക ചെയ്യേണ്ടത്. അതിന് നമ്മൾ ആരാധകരായിരിക്കണം ദൈവത്തെ. ഇപ്പം ഞാൻ ആരാധിച്ചെങ്കിൽ എൻ്റെ കുഞ്ഞുങ്ങൾ ആരാധിക്കത്തുള്ളൂ. ഞാൻ പല്ല് തേച്ചെങ്കിൽ എൻ്റെ കുഞ്ഞുങ്ങൾ പല്ല് തേക്കത്തുള്ളൂ. ഇത് ഈ വിശ്വാസം എന്നൊക്കെ പറയുന്നത് ട്രാൻസ്ഫറിങ്ങാണ്. ഇത് പൊട്ടി മുളച്ചുണ്ടാകുന്ന സാധനമല്ല. ഒരാളിൽ നിന്ന് മറ്റൊരു വ്യക്തിയിലേക്ക് പകരപ്പെടുന്ന ഒരു അനുഭവമാണ്. അബ്രഹാത്തിൽ നിന്ന് വിശ്വാസം എന്ന് പറയുന്ന സാധനം ഇസഹാക്കിലേക്ക് പകരപ്പെടുക ചെയ്തത്. അല്ലെങ്കിലൊക്കെ ഞാനൊക്കെ ഇങ്ങനെ ആലോചിക്കാറുണ്ട്, ഇസഹാക്ക് എന്നൊരു വ്യക്തിയെ ഇങ്ങനെ കൊല്ലാനായിട്ട് കൊണ്ടുപോകുമ്പോഴത്തേക്ക് അവിടെ ഈ അബ്രഹാത്തിനെ ഇസഹാക്കിനെ ഒന്ന് ആലോചിച്ച് നോക്കിയേ. ഞാൻ ഈ പറയുമ്പോഴത്തേക്ക് ആൺപിള്ളേരുള്ള ഓരോ അപ്പന്മാരും ഒന്ന് ചിന്തിച്ച് നോക്കിയേ. ഈ ഇസഹാക്ക് അബ്രഹാത്തോട് ഇങ്ങനെ ചോദിക്കുന്നുണ്ട്, അപ്പാ ഈ തീയുണ്ട്, വിറകുണ്ട്, ബലിക്കുള്ള കുഞ്ഞാടെന്തിയെ? ഞാനും നിങ്ങളുമാണ് ഈ അബ്രഹാത്തിൻ്റെ സ്ഥാനത്തെങ്കിൽ ഒന്ന് അബ്രഹാത്തെ ഒന്ന് ചിന്തിച്ച് നോക്കിയേ. ആ മനുഷ്യൻ്റെ ചങ്ക് പിടഞ്ഞിട്ടുണ്ടാവില്ലേ? എൻ്റെ മോനെ, നീ ആ കുഞ്ഞാട് എന്ന് ആ മനുഷ്യന് പറയാൻ പറ്റുമോ? നിന്നെ ആ കൊല്ലാൻ കൊണ്ടുപോകുന്നെന്ന് പറയാൻ പറ്റുമോ? ഇനി കർത്താവ് നമ്മളോട് പറയാണ്, കുഞ്ഞിനെ എടുത്തുകൊണ്ട് ബലി കൊടുക്കാൻ പറഞ്ഞാൽ നമുക്കെന്തായിരിക്കും സിറ്റുവേഷൻ? നമ്മൾ വചനത്തെ കാണുന്നുണ്ട്, അബ്രഹാം ദൈവത്തിൽ വിശ്വസിച്ചു, അതവന് നീതിയായി പരിഗണിക്കപ്പെട്ടു. നീതിയാണത്, ദൈവിക നീതി, ദൈവം പറഞ്ഞ കാര്യങ്ങൾ അനുസരിക്കൽ. പക്ഷേ വചനത്തിൽ വീണ്ടും എബ്രായർക്ക് എഴുതിയ ലേഖനത്തിലൊക്കെ പറയുന്നുണ്ട്, മരിച്ചവരെ ഉയർപ്പിക്കുന്ന കർത്താവിൽ അബ്രഹാം വിശ്വസിച്ചിരുന്നു, ആ വിശ്വാസം അവന് നീതിയായി പരിഗണിക്കപ്പെട്ടു. മരിച്ചവരെ ഉയർപ്പിക്കുന്ന ഒരു കർത്താവിൽ അബ്രഹാം വിശ്വസിച്ചിരുന്നു. ആൻഡ് ദാറ്റ് ഈസ് ദ ഫെയ്ത്ത് ഓഫ് അബ്രഹാം. മരിച്ചവരെ ഉയർപ്പിക്കുന്ന ഒരു കർത്താവിലുള്ള വിശ്വാസം. എനിക്ക് തോന്നുന്നു ആ മോറിയ മലയുടെ മണ്ടയ്ക്ക് കയറുന്ന വരെ ഈ ഇസഹാക്കിൻ്റെ ഉള്ളിലേക്ക് ഈ അബ്രഹാം ആ വിശ്വാസം പകർന്നു കൊടുത്തിരുന്നു. മോന് പറഞ്ഞു കൊടുത്ത് കാണും, മോനെ, മരിച്ചവരെ ഉയർപ്പിക്കുന്ന ഒരു കർത്താവുണ്ട്, ആ കർത്താവിലാണ് നമ്മുടെ ആശ്രയം. എൻ്റെ കുഞ്ഞെ, നിന്നെ ആരെങ്കിലും കൊന്നു കഴിഞ്ഞാൽ, നിൻ്റെ തല നിൻ്റെ കഴുത്തിൽ നിന്ന് കട്ട് ചെയ്ത് മാറ്റിക്കഴിഞ്ഞാലും ആ തലയെ വീണ്ടും യോജിപ്പിച്ച് നിനക്ക് ജീവൻ നൽകാൻ കഴിവുള്ള ഒരു സർവശക്തനായ പ്രപഞ്ച സൃഷ്ടാവായ ദൈവത്തിലാണ് നമ്മൾ പ്രത്യാശ അർപ്പിക്കുന്നത്, ആ ദൈവത്തിലാണ് നമ്മൾ വിശ്വാസം അർപ്പിക്കുന്നത്. അങ്ങനെ ഒരു ദൈവമുണ്ട്. അവിടെ നീ ആരെയും ഭയപ്പെടുന്നില്ല. നീ മരിച്ചു കിടന്നാൽ പോലും നിന്നെ ഉയർപ്പിക്കുന്ന ഒരു ദൈവം നിൻ്റെ കൂടെ ഉണ്ട് എന്നൊക്കെ പറഞ്ഞ് ഈ ഇസഹാക്കിൻ്റെ ഉള്ളിലേക്ക് അബ്രഹാത്തിൽ നിന്നുമാണ് ആ വിശ്വാസം പകരപ്പെട്ടത്. അതുകൊണ്ടാണ് ആ ഇസഹാക്ക് എന്നൊരു യുവാവിനെ പിടിച്ച് ബന്ധിച്ച് കിടത്തിയപ്പോൾ ആ മര്യാദയ്ക്ക് അവിടെ കിടന്നത്. ഇല്ലെങ്കിൽ കിടക്കുമെന്ന് വിചാരിക്കുന്നുണ്ടോ? അതുകൊണ്ട് വിശ്വാസം എന്നൊക്കെ പറയുന്നത് പകരപ്പെടുന്ന ഒരു അനുഭവമാണ്. നമുക്ക് എന്തുണ്ടോ അതാണ് പകരപ്പെടുന്നത്. ഇനി കുഞ്ഞുങ്ങൾ എന്തെങ്കിലും തെറ്റായ മാർഗത്തിലൂടെയൊക്കെ പോകുന്നു, വിഷമിച്ചിട്ട് കാര്യമൊന്നുമില്ല. എനിക്ക് എന്തുണ്ടോ അതോ അങ്ങോട്ട് പകരപ്പെടുള്ളൂ. അത് നന്മയാണെങ്കിലും തിന്മയാണെങ്കിലും ഇവിടെ എന്തുണ്ടോ അതോ പകരപ്പെടുത്തുള്ളൂ. ഇനി ധൈര്യം, ഇതും പകരപ്പെടുന്ന ഒരു അനുഭവം. ആത്മധൈര്യം, അതിജീവിക്കാനുള്ള കരുത്ത്, കഷ്ടപ്പെടാനുള്ള മനസ്സ്, അടുക്കും ചിട്ടയുള്ള ജീവിതം. മിക്കവാറും ഈ അധ്യാപകരുടെയൊക്കെ മക്കളെയൊക്കെ ശ്രദ്ധിച്ചിട്ടുണ്ട്, അവർക്ക് പഠിപ്പിക്കാൻ ഭയങ്കര സ്കില്ലായിരിക്കും. കാരണം ആ സ്കില്ലിങ്ങനെ പകരപ്പെടുന്ന പട്ടാളക്കാരുടെ പിള്ളേരെയൊക്കെ കണ്ടിട്ടുണ്ട്, അവർ ഭയങ്കര അടുക്കും ചിട്ടയായിരിക്കും. കാരണം അവരുടെ ജീവിതം അങ്ങനെയാണ്, അടുക്കും ചിട്ടയുള്ളവരാണ്. ഓരോരുത്തരുടെ ശൈലി കുഞ്ഞുങ്ങളെ നോക്കിയാൽ നമുക്ക് മനസ്സിലാവും. കാരണം ഇത് പകരപ്പെടുന്ന കുറേ കൃപകൾ, കഴിവുകൾ ഒക്കെ പകരപ്പെടുന്ന അനുഭവമാണ്. അപ്പോൾ നമുക്ക് എന്തുണ്ടോ അതോ അങ്ങോട്ട് പകരപ്പെടുള്ളൂ. അതുകൊണ്ട് നമ്മളൊക്കെ ദൈവഭക്തരായിരിക്കണം, ദൈവത്തെ പൂജിക്കുന്നവരായിരിക്കണം, ദൈവത്തിൻ്റെ ഒരു സ്ഥാനം കൊടുക്കുന്നവരായിരിക്കണം. അടുത്ത വചനം പറയുന്ന കാര്യം ഇതാണ്, ഇസ്രായേലിൻ്റെ ആശ്വാസം പ്രതീക്ഷിച്ചിരുന്നവനായിരുന്നു. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു പ്രത്യാശയുള്ളവനായിരുന്നു. നമ്മുടെ പ്രത്യാശ എന്ന് പറയുന്നത് എറ്റേണൽ ലൈഫാണ്, ഈ ലോക ജീവിതമല്ല. പൗലോസ് അപ്പോസ്തലനൊക്കെ പറയുന്നത് ഈ ലോക ജീവിതത്തിന് വേണ്ടി പ്രത്യാശ അർപ്പിക്കുന്നവർ നിർഭാഗ്യരാണെന്നാണ് പറയുന്നത്. നിർഭാഗ്യരാണ്. നമ്മുടെയൊക്കെ പ്രത്യാശ മരണത്തിനപ്പുറമുള്ളൊരു ജീവിതമാണ്. മരണത്തിനപ്പുറം ഒരു ജീവിതം ഉണ്ടെന്നൊരു പ്രത്യാശയാണ്.
പക്ഷേ ഇന്ന് ജീവിക്കുന്ന പല ജീവിതങ്ങൾക്കും അങ്ങനെ ഒരു പ്രത്യാശയൊന്നുമില്ല. എന്തിനൊക്കെയോ ജീവിക്കുന്നു. എന്തിനാ ജീവിക്കുന്നതെന്ന് അവർക്കും അറിയില്ല, നമുക്കും അറിയില്ല. എന്തിനാ പ്രാർത്ഥിക്കണ്ടേ? എന്താ കഴിക്കണ്ടേ? എങ്ങനെയാ ജീവിക്കണ്ടേ? ഒരു ഐഡിയ ഇല്ല. എന്താ പഠിക്കേണ്ടത്? ഒരു ഐഡിയ ഇല്ല. അതുകൊണ്ട് ഈ പ്രത്യാശ എന്ന് പറയുന്നത് സ്നേഹത്തിൽ നിന്ന് ഉടലെടുക്കുന്ന ഒരു സാധനമാണ്. സ്നേഹത്തിൽ നിന്ന് ഉടലെടുക്കുന്ന സാധനമാണ്. ഇപ്പം എൻ്റെ കുഞ്ഞിനെയും കൊണ്ട് ഞാൻ എൻ്റെ കൈക്ക് പിടിച്ച് രാത്രി നടക്കാൻ തുടങ്ങിക്കഴിഞ്ഞാൽ ആ കുഞ്ഞിന് ഒരിക്കലും ഭയക്കില്ല അവൻ. കാരണം അവൻ പിടിച്ചിരിക്കുന്നത് അപ്പൻ്റെ കയ്യിലാണ്. അപ്പനോടുള്ള സ്നേഹം അവൻ്റെ ഉള്ളിൽ ഒരു പ്രത്യാശ ഇങ്ങനെ ഉടലെടുത്തുകൊണ്ട് തന്നേയിരിക്കും. കാരണം അപ്പൻ ഒരിക്കലും ഒരു അപകടത്തിൽ എന്നെ വീഴ്ത്തില്ല. അതൊരു പ്രത്യാശയാണ്. നമ്മൾ ചെയ്യുന്ന കാര്യങ്ങൾ ഒരു പ്രശ്നം ഉണ്ടാവില്ല, അതൊരു പ്രത്യാശയാണ്. നമ്മളൊരു ഒരു വർക്ക് എടുക്കുന്നു, ഒരു വലിയൊരു ബിൽഡിങ്ങിൻ്റെ ഫുൾ വർക്ക് എടുത്ത് നെറ്റ്വർക്കിങ് കാര്യങ്ങളെല്ലാം നമ്മൾ ചെയ്യുന്നു, ഇതിൽ ഒരു കുഴപ്പം ഉണ്ടാവില്ല, അതൊരു പ്രത്യാശയാണ് അല്ലേ? പ്രത്യാശ ഒരിക്കലും അസ്തമിക്കില്ലെന്നാണ് പറയുന്നത്. അങ്ങനെ ഒരു പ്രത്യാശ നമുക്കുണ്ടാവണം. എത്ര വലിയ മഴയാണെങ്കിലും തോരും, ഒരു പ്രത്യാശ നമുക്കുണ്ടാവണം. എത്ര വലിയ കൊടുങ്കാറ്റും ശമിക്കും. എത്ര വലിയ പ്രശ്നങ്ങൾക്കും ഒരു ശാന്തതയുണ്ട്. എന്ത് വലിയ പ്രശ്നമായാലും സൊല്യൂഷനുണ്ട്. സൊല്യൂഷൻ ഇല്ലാത്ത എന്ത് പ്രശ്നം ഈ ലോകത്തുള്ളത്? അതുകൊണ്ട് അങ്ങനെ ഒരു പ്രത്യാശ നമുക്കുണ്ടാവണം. നമ്മളൊക്കെ പ്രത്യാശയുടെ തടവുകാരായിട്ടാണ് ജീവിക്കേണ്ടത്. ദ സ്ലേവ്സ് ഓഫ് ഹോപ്പ് എന്ന് പറയും, പ്രത്യാശയുടെ തടവുകാർ. അപ്പം ഈ ഒരു 3 ഗുണങ്ങളാണ് പരിശുദ്ധാത്മാവിനാൽ നയിക്കപ്പെടാനുള്ള ഒരു അടിസ്ഥാന ബേസ്മെന്റ് എന്നൊക്കെ പറയുന്നത്. ആ ഒരു വ്യക്തി നീതിമാനായിരിക്കണം, ആ വ്യക്തി ദൈവഭക്തനായിരിക്കണം, ആ വ്യക്തി പ്രത്യാശയുള്ളൊരു വ്യക്തിയായിരിക്കണം. അങ്ങനെ ഒരു വ്യക്തിയെ എനിക്ക് തോന്നുന്നു ആത്മാവ് നയിക്കുള്ളൂ. അങ്ങനെ ഒരു വ്യക്തിക്ക് ആത്മാവിൻ്റെ സ്വരം തിരിച്ചറിയാൻ പറ്റത്തുള്ളൂ, ഒരു ആത്മാവിൻ്റെ പ്രേരണകളെ മനസ്സിലാക്കാൻ പറ്റത്തുള്ളൂ. അങ്ങനെ ഒരു വ്യക്തിക്ക് ഈ പരിശുദ്ധാത്മാവ് അവൻ്റെ മേൽ ഉണ്ടെന്നുള്ളൊരു തിരിച്ചറിവ് അവന് കിട്ടത്തുള്ളൂ. നിന്റെ ഹൃദയം പരിശുദ്ധാത്മാവ് വസിക്കുന്ന ആലയമെന്ന് നിനക്ക് അറിയുന്നില്ലേ? അങ്ങനെ ഒരു ആത്മാവ് നമ്മുടെ ഉള്ളിൽ വസിക്കുന്നത് നമുക്ക് തിരിച്ചറിയണമെങ്കിൽ ഈ ഒരു 3 ക്രൈറ്റീരിയ ഒന്ന് ടാലീഡ് ആവണം. അല്ലാതെ നമുക്ക് എങ്ങനെ ആവുന്നത്? അങ്ങനെ വരുമ്പോഴത്തേക്ക് ആത്മാവ് ഒത്തിരി കാര്യങ്ങൾ അവർക്ക് പറഞ്ഞു കൊടുക്കും. ഓരോ കാര്യങ്ങൾ, ചില പ്രേരണകൾ തരും. എൻ്റെ ജീവിതത്തിൽ ഞാൻ ഓർക്കുകയാണ്, ഈ ലോക്ക്ഡൗണിൻ്റെ കാലഘട്ടത്തിൽ നമ്മുടെ ഓഫീസൊക്കെ ഇടയ്ക്ക് ജസ്റ്റ് ഒന്ന് തുറന്നായിരുന്നു. ആ സമയത്ത് ഞാൻ വേറൊരു കമ്പനിയിലാണ് വർക്ക് ചെയ്തുകൊണ്ടിരുന്നത്. അപ്പം ഇങ്ങനെ ഒരു ദിവസം രാവിലെ ഇരുന്നു, അപ്പോൾ ശക്തമായ ഒരു പ്രേരണ ഇങ്ങനെ ഉണ്ടാവുകയാണ്, ഓഫീസിൽ പോകണം. അപ്പം ഇതെന്താ ഇങ്ങനെ തോന്നുന്നത് എന്നനുസരിച്ച് ഞാൻ ജസ്റ്റ് ഓഫീസിൽ ചെന്ന് ഒരു ഉച്ച കഴിഞ്ഞപ്പോഴത്തേക്ക് ഒരു അമ്മ ഒരു മോളുമായിട്ട് വന്നു. അത് കഴിഞ്ഞപ്പോൾ കുറേ നേരം ഇങ്ങനെ സംസാരിച്ച് കഴിഞ്ഞപ്പോൾ ആ കൊച്ചിന് എന്തൊക്കെയോ പ്രശ്നങ്ങൾ. അത് കഴിഞ്ഞപ്പോഴത്തേക്ക് നമ്മളിങ്ങനെ ആ അമ്മയെ മാറ്റി ആ കുഞ്ഞിനോട് ചോദിച്ചപ്പോഴത്തേക്ക് ആ കുഞ്ഞ് പറഞ്ഞൊരു പ്രശ്നം ഇതാണ്. ഞാൻ ഞെട്ടിപ്പോയി. ഇങ്ങനെയൊക്കെ വിഷയമുണ്ടെന്ന് അന്നാണ് നമുക്ക് മനസ്സിലാവുന്നത്. പണ്ട് 8-ലോ 9-ലോ അങ്ങോട്ട് പഠിക്കുന്ന സമയത്ത് ആ കുഞ്ഞിൻ്റെ ഒരു കസിൻ വന്ന് ഇങ്ങനെ ഡോർ തട്ടി. ഈ കുഞ്ഞിങ്ങനെ തുറന്നപ്പോൾ ഇയാളൊരു നോട്ടം നോക്കി. ഈ കസിൻ ഇങ്ങനെ കൂർപ്പിച്ച് നോക്കിയെന്ന് പറഞ്ഞു. നോക്കിയപ്പോഴേ ഈ കുഞ്ഞ് പുറകോട്ട് മറിഞ്ഞു വീണിട്ട് കുറേ നേരം ബോധം കെട്ട് കിടന്നു. ഈ കുഞ്ഞ് എണീറ്റ് കഴിഞ്ഞിട്ട് ഇതിനൊരു പരിസര ബോധമൊന്നുമില്ല. പിന്നെ ഈ കുഞ്ഞ് സംസാരിക്കുന്നത് അങ്ങേരുടെ ആ ഒരു ടോണിലാണ്. ഇത് കൂടെ ഈ കുഞ്ഞിനുണ്ടാവുന്നു, ഇത് ആരോടും പറഞ്ഞിട്ട് വിശ്വസിക്കുന്നില്ല. അപ്പം ഞാനൊക്കെ ഇങ്ങനെ ചിന്തിക്കാറുണ്ട്, ഒരാൾ നോക്കിക്കഴിഞ്ഞാൽ ഇങ്ങനെ സംഭവിക്കും. കാരണം അങ്ങനത്തെയും ചില ശക്തികളുണ്ട്. അത് കഴിഞ്ഞ് ആ കുഞ്ഞുമായിട്ട് കുറേ നേരം സംസാരിച്ചു. അതുകൊണ്ട് ഞാൻ ആ കുഞ്ഞിനെ പറഞ്ഞു കൊടുത്ത സാധനം ഇതാണ്, ഏശയ്യാ 54:17. നിനക്കെതിരെ ഉണ്ടാക്കിയ ഒരായുധം ഫലപ്രദമാവില്ല, നിനക്കെതിരെ സംസാരിച്ച നാവുകളെ യേശുനാമത്തിൽ നീ ഖണ്ഡിക്കുന്നു എന്ന് പറഞ്ഞ് ശക്തമായിട്ട് പ്രാർത്ഥിക്കാൻ പറഞ്ഞു. അതോടുകൂടി ആ സംഭവത്തോടുകൂടി ഈ കുഞ്ഞിൻ്റെ ശബ്ദമൊക്കെ അടഞ്ഞുപോയി. ഇതിന് കേരള കലോത്സവത്തിലൊക്കെ പാട്ടിനൊക്കെ ഫസ്റ്റ് പ്രൈസ് കിട്ടിയ ഒരു വ്യക്തിയാണ്. അതോടുകൂടി ഇതിൻ്റെ ശബ്ദം പോയി, സംസാരിക്കാൻ പറ്റത്തില്ല, ഒച്ച പുറത്ത് വരുന്നില്ല. അന്ന് പതുക്കെ അതിൻ്റെ മുഖത്തൊന്നും നമുക്ക് നോക്കാൻ പറ്റുന്നില്ല, അതുപോലെ ഇരുളിമയാണ്. അതൊക്കെ പതുക്കെ നീങ്ങാൻ തുടങ്ങി. കുറേ മണിക്കൂറുകളെടുത്ത് അതുമായിട്ട് സംസാരിച്ചു. പയ്യെ അതിനെ അങ്ങ് റിലീഫ് ചെയ്യുമോ? പരിശുദ്ധാത്മാവ് നൽകിയ ഒരു പ്രേരണ, ഓഫീസിലേക്ക് പോവുക. കാരണം ആ പ്രേരണ അനുസരിച്ച് നമ്മൾ നയിക്കപ്പെടുമ്പോഴാണ് നമ്മുടെ ജീവിത നിയോഗങ്ങൾ നമ്മൾ തിരിച്ചറിയുന്നത്. ആ വ്യക്തിക്ക് വേണ്ടിയാണ് നമ്മളെ കൊണ്ടുപോയത്. അവിടെ ഇരുന്ന് ആത്മാവ് പല കാര്യങ്ങളും നമുക്ക് വെളിപ്പെടുത്തി തരുന്നത്. അത് ആ പരിശുദ്ധാത്മാവിന് വെളിപ്പെടുത്തി എന്ന് പറയും. പല കാര്യങ്ങളും, ചില സൂചനകൾ പരിശുദ്ധാത്മാവ് തരും. നമ്മൾ ആ വ്യക്തിയോട് ചോദിക്കും, ഇതിങ്ങനെയാണോ? അപ്പോൾ ആ വ്യക്തി പയ്യെ അതിൻ്റെ കാര്യങ്ങളൊക്കെ പറയാൻ തുടങ്ങും. എക്സാക്റ്റ് പരിശുദ്ധാത്മാവ് നമുക്ക് വെളിപ്പെടുത്തി തരും. അതനുസരിച്ച് അവൻ്റെ പ്രേരണ അനുസരിച്ച് നയിക്കപ്പെടാൻ തുടങ്ങി കഴിഞ്ഞാൽ നമ്മൾ കർത്താവിന് വേണ്ടി അനേക ആത്മാക്കളെ നമുക്ക് നേടാൻ പറ്റും. ആ കുഞ്ഞിനെ അതിൽ നിന്നെല്ലാം റിലീഫ് ചെയ്ത് കൊണ്ടുവരാനായിട്ട് അന്ന് സാധിച്ചു. ആ കൊച്ചിനെ അവിടെ ഇരുത്തി ഒരു പാട്ടൊക്കെ പാടിപ്പിച്ചിട്ടാണ് വിട്ടത്. ഇതെല്ലാം കഴിഞ്ഞ് അവരുടെ കണ്ണുകളിലേക്ക് നോക്കുമ്പോൾ അവരുടെ കണ്ണിലുള്ളൊരു തിളക്കം ഉണ്ടല്ലോ, ദാറ്റ് ഈസ് അവർ സാറ്റിസ്ഫാക്ഷൻ.
കാരണം ഇതെല്ലാം കഴിഞ്ഞ് ആ സന്തോഷിച്ചിങ്ങനെ അവർ കണ്ണ് നിറഞ്ഞ് കരഞ്ഞ് അവരുടെ കണ്ണിലുണ്ടാകുന്നൊരു തിളക്കം, അതാണ് എൻ്റെയൊക്കെ സാറ്റിസ്ഫാക്ഷൻ. നമ്മൾ ഓരോ ജീവിതത്തിലും ഓരോ ദിവസവും ഞാൻ അതൊന്ന് മേക്ക് ഷുവർ ചെയ്ത് പോകുന്നുണ്ട്. ആരുടെയെങ്കിലും കണ്ണിൽ അങ്ങനെ ഒരു തിളക്കം കാണാൻ ദൈവമേ നീ എന്നെ ഉപകരണമാക്കണമേ. അതിന് ദൈവത്തിൻ്റെ ആത്മാവ് നമ്മളെ നയിച്ചേ പറ്റത്തുള്ളൂ. ആത്മാവിൻ്റെ ഒരു ഗൈഡൻസ് നമുക്ക് നൽകിയേ പറ്റത്തുള്ളൂ. ആ ഒരു പ്രേരണ നമുക്ക് ലഭിച്ചേ പറ്റത്തുള്ളൂ. ആ പ്രേരണ നമുക്ക് ഉണ്ടാവാനായിട്ട് ഉറപ്പായിട്ട് ഞാനും നീയും ഒരു നീതിമാനായിരിക്കണം. നമ്മളൊരു ദൈവഭക്തരായിരിക്കണം. നമുക്ക് ദൈവത്തിൽ പ്രത്യാശയുള്ളവരായിരിക്കണം. കാരണം സ്വർഗം, എറ്റേണൽ ലൈഫ്, ഇതിലൊക്കെ പ്രത്യാശ അർപ്പിക്കുന്നവരായിരിക്കണം. ഈ ലോക ജീവിതത്തിന് വേണ്ടി അല്ല, മരണത്തിനപ്പുറമുള്ള ഒരു ജീവിതത്തെയാണ് നമ്മൾ കാണേണ്ടത്, പ്രത്യാശ അർപ്പിച്ച് നമ്മൾ മുമ്പോട്ട് നീങ്ങേണ്ടത്. അതിനുള്ള ഒരു കൃപ ദൈവപിതാവ് നമുക്ക് തരട്ടെ. പരിശുദ്ധാത്മാവ് നമ്മളെ സഹായിക്കട്ടെ. യേശു കുരിശിൽ മരിച്ചത് എൻ്റെ കുഞ്ഞെ നീ പ്രത്യാശ ജീവിക്കാനല്ല, നീ ഉയർപ്പിക്കും എന്നൊരു പ്രത്യാശയോടുകൂടി ഉയർത്തെഴുന്നേറ്റ ക്രിസ്തുവിനെ നോക്കി മുമ്പോട്ട് പോകാൻ വേണ്ടിയാണ്. ആമേൻ.